ഒരു മാസം തികയുന്നതിന് മുമ്പ് 6 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പി രാജീവ. ഞങ്ങൾ മാറിയത് ആന അറിഞ്ഞിട്ടില്ലെന്ന് വളരെ ധിക്കാരപരമായാണ് വനം വകുപ്പ് മന്ത്രി പ്രതികരിച്ചത്. വനാതിർത്തിയിൽ വന്യമൃഗം പുറത്തേക്ക് കടന്നാൽ മനുഷ്യജീവനോ സ്വത്തിനോ ഭീഷണിയായാൽ ജില്ലാ കളക്ടർമാർക്ക് ആ മൃഗത്തെ വെടിവെച്ച് കൊല്ലുവാനുള്ള അനുമതി നൽകുന്ന വ്യവസ്ഥകളുടെ ഒരു നിയമം കഴിഞ്ഞ നിയമസഭയിൽ പാസാക്കിയിരുന്നു. ഈ വ്യവസ്ഥയുള്ള ബില്ല് നിയമസഭയിൽ വന്നപ്പോൾ ചർച്ചയിൽ പോലും പങ്കെടുക്കാത്ത ആളുകളാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു മാസം തികഞ്ഞില്ല, 6 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 6 പേർ. ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരുവിലിറങ്ങുന്നു, മൃതശരീരം മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്നു, ചാനലുകൾ ചർച്ച, 1-ാം പേജ് വാർത്ത, കേൾക്കുന്നില്ലേ ഈ രോദനം എന്ന് മാധ്യമങ്ങൾ. ഇപ്പൊ 6 പേർ കഴിഞ്ഞപ്പോ അപ്പുറത്തുണ്ടായ മന്ത്രിക്ക് ഓടിവരെത്താൻ പോലും കഴിഞ്ഞില്ലെന്ന് പറയുന്നത്. അപ്പൊ ഒരു മന്ത്രി പറയാണ്, ഞങ്ങൾ മാറിയ കാര്യം ആനയ്ക്ക് മനസ്സിലായിട്ടില്ല. ധിക്കാരത്തോടു കൂടി പരിഹസിച്ചുകൊണ്ട് വനംവകുപ്പ് മന്ത്രി ഏറ്റവും ചുരുങ്ങിയത് വനാതിർത്തിയിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തേക്ക് കിടന്ന മനുഷ്യനോ കൃഷിയിടത്തിനോ ജീവനോ ആ വസ്തുവിനോ ഭീഷണിയായി കഴിഞ്ഞാൽ ജില്ലാ കളക്ടർമാർക്ക് ആ മൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകാനുള്ള വ്യവസ്ഥകളുള്ള ഒരു നിയമം ഈ കഴിഞ്ഞ നിയമസഭ പാസാക്കിയിരുന്നു. വന്യജീവി വനത്തിനകത്തുള്ളത് പുറത്തേക്ക് വന്നാൽ മനുഷ്യന്റെ ജീവന് ഭീഷണിയായി അല്ലെങ്കിൽ കൃഷിക്ക് ഭീഷണിയായി, അപ്പോ വെടിവെച്ച് കൊല്ലാം. ആ വ്യവസ്ഥയുള്ള ബില്ല് നിയമസഭയിൽ വന്നപ്പോ അതിനകത്ത് ചർച്ചയിൽ പോലും പങ്കെടുക്കാതിരുന്ന ആളുകളാണ് ഇവിടെ ഭരിക്കുന്നത്.